ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സബ് സ്റ്റാഫ് പ്രൊമോഷൻ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പലരും അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു ലൈവില് വന്നതാണ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ആ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ ആണ്. അധികം വൈകാതെ തന്നെ എക്സാം വരുമെന്ന് പ്രതീക്ഷിക്കാം. അധികം വൈകലുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ചെറിയ സമയമായിരിക്കും ചിലപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടുക. അല്ലെങ്കിൽ ഒരു 1-2 മാസങ്ങൾ നമ്മളെ കിട്ടിയാലും ആ ദിവസങ്ങളെ കൊണ്ട് നമ്മുടെ ടോപ്പിക് നമ്മൾ പ്രോപ്പറായിട്ട് കവർ ചെയ്യണം. ആ ടോപ്പിക് പ്രോപ്പറായിട്ട് കവർ ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ ഏരിയ ആണോ നമുക്ക് പഠിക്കാനുള്ളത് ആ ഏരിയ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ആസ് യൂഷ്വൽ നിങ്ങൾ ഇപ്പൊ ബാങ്കിങ് എന്നൊരു ഏരിയ വരുമ്പോൾ നിങ്ങൾ സാധാരണ പ്രാക്ടിക്കലി ചെയ്യുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പക്ഷെ അതിന്റെ അക്കാദമിക് ലെവലിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ, അതിനെ എങ്ങനെ MCQ ലെവലിലേക്ക് നമ്മൾ പഠിച്ചിട്ട് എങ്ങനെ ഉത്തരം എഴുതാം, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ കോർപ്പറേഷൻ ആയിക്കോട്ടെ, കോപ്പറേറ്റീവ് ലോ ആയിക്കോട്ടെ അല്ലെ, ഇതൊക്കെ നിങ്ങൾ എന്താണ് ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന പ്രാക്ടിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ അക്കാദമിക് ലെവലിലേക്ക് കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കറിയാം പ്രോപ്പറായിട്ട് CSEBയുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്ത്, നമ്മളെ സബ് സ്റ്റാഫ് പ്രൊമോഷൻ ടെസ്റ്റിന്റെ സിലബസ്. നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് സിലബസിൽ ഓരോരോ ഏരിയകളും നിങ്ങൾ നോക്കുക. ഇപ്പൊ നമുക്കറിയാം ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, GK ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്, കോപ്പറേറ്റീവ് ലോ ഉണ്ട്, ബാങ്കിങ്, അക്കൗണ്ടൻസി, ഇങ്ങനെയുള്ള സബ്ജക്ട്, ഇനിയും സബ്ജക്റ്റുകളുണ്ട്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളിലൊക്കെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള പ്രോപ്പറായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പോൾ GK എടുക്കണ സമകാലീയം, രാഷ്ട്രീയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ കറണ്ട് അഫയേഴ്സ്, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കി വെക്കേണ്ടത്, നോക്കി പഠിക്കേണ്ടത്. ഈ കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിച്ചാൽ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല, ഇനി ഏതെങ്കിലും നിങ്ങൾ PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സാമിനും കൂടി എന്താവും, ഹെൽപ്ഫുൾ തന്നെയാണ് ഇത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പ്രോപ്പറായിട്ട് സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് ആ സിലബസിനനുസരിച്ചുള്ള പഠിക്കാനുള്ള ഭാഗങ്ങൾ ഏതാ നിങ്ങൾ തന്നെ നോക്കുക. കാരണം നിങ്ങൾ ഇപ്പോൾ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാമുകൾ, ഇപ്പോൾ JDC, HDC അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞ് വന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങളടുത്ത് തന്നെ എന്തുണ്ടാവും, ചിലപ്പോൾ അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ലോയും മറ്റു കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, പഠിക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ അവസരങ്ങളാണ് ഇപ്പൊ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് അല്ലേ? ഇപ്പൊ കഴിഞ്ഞൊരു സബ് സ്റ്റാഫ് പ്രൊമോഷൻ ടെസ്റ്റ് എക്സാം നടത്തി. വളരെ എളുപ്പമുള്ളൊരു എക്സാം ആയിരുന്നു അത്. എല്ലാവർക്കും നല്ലൊരു മാർക്ക്, അതായത് ഇത്ര മാർക്കിന് മുകളിലേക്ക് അതിന് വേണ്ടു, നമുക്കറിയാലോ അതല്ലേ? പ്രൊമോഷൻ ടെസ്റ്റ് ആകുമ്പോൾ ഇത്ര മാർക്കിന് മുകളിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ ഒരു മാർക്ക് നമ്മളെ ഒരുപാട് പേര് അത് മറികടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമുള്ളൊരു എക്സാം ആയിരുന്നു അത് നടന്നിരിക്കുന്നത്. ഏതാണ്ട് ഒരുപാട് പേർക്ക് പ്ലേസ് ചെയ്യാനും വേണ്ടി പറ്റിയിട്ടുണ്ട് ആ ഒരു എക്സാമിനോട് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ CCയിൽ നമ്മളെ സബ് സ്റ്റാഫ് പ്രൊമോഷൻ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ബാച്ചില് CCയിലുള്ള എല്ലാ കുട്ടികളെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ അതേ ഒരു കോൺഫിഡൻറ്റോട് കൂടി അതേ ടീമിനെ, അതായത് ഇവരെ പരിശീലിപ്പിച്ച അതേ ടീം തന്നെയാണ് ഇപ്പോഴും ഞങ്ങളെ കൂടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ അടുത്ത് പ്രോപ്പറായിട്ടുണ്ട്. അതൊരു കോൺഫിഡൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പുതിയ ബാച്ച്, സബ് സ്റ്റാഫ് പ്രൊമോഷൻ ടെസ്റ്റിന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ PDF നോട്ടുകളായിട്ടും ലൈവ് ക്ലാസ്സുകളായിട്ടും റെക്കോർഡ് സെഷനായിട്ടും അതേപോലെ എക്സാമുകളൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന നമ്മളെ ബാച്ചാണിത്. അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി നമ്മളെ ബോർഡ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഈ ഒരു ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കൂടാതെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. ആ ഗൂഗിൾ ഫോം ത്രൂ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ താഴെ നമ്മളെ ഫ്രീ ഗ്രൂപ്പ്, ഈ ഒരു എക്സാമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസും അതേപോലെ MCQകളും ഓഡിയോ ആയിട്ട് മറ്റുള്ള പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യും. നമ്മളെ ഫ്രീ ഗ്രൂപ്പ്, ആ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു അവസരം, കഴിഞ്ഞ അവസരത്തിൽ എഴുതാൻ പറ്റാത്തവരോ അങ്ങനെ എന്തെങ്കിലും ആൾക്കാരുണ്ടായിരിക്കും അല്ലെ? ഇപ്പോൾ എക്സാം അപ്ലൈ ചെയ്തിട്ട് എഴുതാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ കൊണ്ടൊക്കെ എഴുതാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പൊ അവർക്കൊക്കെ ഉള്ളൊരു അവസരമാണിത്. ഈ അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പിടിച്ചെടുക്കണം, നിർബന്ധമായിട്ടും പിടിച്ചെടുക്കണം. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തണം. നമ്മൾ ലൈവ് ക്ലാസ്സുകളായാലും രാത്രിയാണ് നമ്മൾ ലൈവ് ക്ലാസ് കൂടുതലായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു ജോലി കഴിഞ്ഞ് വന്ന് പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മിസ് ആക്കാതെ, ഒരിക്കലും സമയം പാഴാക്കാതെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, പഠിക്കുക. ഏവർക്കും വിജയിക്കാൻ വേണ്ടി പറ്റും, അതാണ് നമ്മുടെ ഉറപ്പ്. അതുകൊണ്ട് തന്നെ നമ്മളെ പുതിയ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഈ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച്.